السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد خاتم النبيين وإمام المرسلين وخير خلق الله أجمعين ورحمة الله للعالمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. محمد كل ما في الكون مظهره محمد في البرايا خير معتصم. ബഹുമാനപ്പെട്ട ഇമാമുൻ അൽ ബൂസീരി റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ മുഹമ്മദുൻ കുല്ലു മാ ഫിൽ കൗനി മദ്ഹറുഹു, ലോകത്തുള്ള എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മത്ത് പ്രകಟಾവുടಂಕೆತ್ತ ಜಾಗೆയാണ്. മുഹമ്മദുൻ ഫിൽ ബറായ ഖൈറു മുഅ്തസമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എല്ലാ ആൽമാർഗും അവലംബിക്കപ്പെടുകു ആവുടಂಕೆത്തെ കേന്ദ്രാണ് എന്ന് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പടിപാട്ടിയൊണ്ടുണ്ട്. 21ാമത്തെ ഗരൽ മുഹമ്മദുൻ ഖായിമുൻ ലില്ലാഹി ദൂ ഹിമമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ വലിയ നെഞ്ചുറപ്പുള്ള ആള്, ഹിമ്മത്തുള്ള ആളുണ്ട് പടിപാട്ടിത്ത്. 40 വർഷത്തോളം സുബ്ഹാനല്ലാ മക്കത്ത് ജാഹിലിയ സംസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെമേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അങ്ങളെടൽ ജീവിച്ചിട്ടിന്ത്. ആ സമയത്ത് അങ്ങളെ മുട്ട അങ്ങളെ നടുൽ ജീവിക്കുക അത്രയും വലിയ മനോദാർഢ്യത്തെയും ഹിമ്മത്തുമാണ് വേണായി. 40 വർഷത്തിടയിൽ എത്ര വിവാഹമാണ്, എത്ര സദ്യയാണ്, എത്ര പ്രോഗ്രാമാണ് അവിടെ നടന്നത്. എല്ലാ പ്രോഗ്രാമിലും കള്ള് വിളമ്പുടെ, അതുപോലെ പെൺമക്ക വന്ന് തുള്ളുടെ, യുവത്തിങ്ങ വന്ന് തുള്ളുടെ, ഗാനമേളവും അല്ലാത്ത എല്ലാ അസംസ്കാരവും നടന്നുകൊണ്ടിരുന്നെങ്കെത്ത ജാഗ്യ, എല്ലാ അശ്ലീലത്തെയും ഇന്നെങ്കെത്ത ജാഗ്യ. ആ റായത്തിൽ പിടിച്ചു നിൽക്കുക എത്ര വലിയ ഹിമ്മത്താണ്. ആ ഭാഗത്ത് എത്തിപോലും നോക്കാണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഏറ്റവും വലിയ സംസ്കാരമുള്ള ആളായി അങ്ങളിടലെ അൽ അമീൻ ചൊല്ലുടെ പേരിൽ അറിയപ്പെട്ട നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജീവിച്ചിട്ട് വല്ലാത്ത ഹിമ്മത്താണ്. അതിൽ പിന്നെ ഇസ്ലാം പ്രചാരാവുക തുടങ്ങിയാൽ പിന്നെയും ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന്. ബദറും ഉഹുദും അതുപോലത്തെ യുദ്ധ രംഗ എവിടെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പിറകു ജാറിയില്ല. ബദറിൽ 312 ആൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടി 313 ആൾ മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് ശത്രുങ്ങ ഇരട്ടിയുള്ളാർ, ധാരാളമുള്ളാർ. ഏകദേശ യുദ്ധത്തിൽ അങ്ങനമേ ഇന്ന്. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എവിടെയും പതറുടെ വിഷയമല്ല, പിറകുചാറുടെ വിഷയമല്ല. അവിടെ എല്ലാം അനൻ നബിയുലാ കദിബ് അനബിനു അബ്ദുൽ മുത്തലിബ് ചെന്ന പോലെ നാണ് പണ്ടും ഇണ്ടും എപ്പോഴും ചൊല്ലുടെ സന്ദേശമാണ് നബി. ആ ഹിമ്മത്ത് വല്ലാത്തൊരു ഹിമ്മത്താണ്, ലോകത്തൊരാൾക്കും കിട്ടാത്തങ്കെത്ത ഹിമ്മത്ത്. അങ്ങനെ 22ാമത്തെ ഗരൽ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ചൊല്ലുടെ പലക്കാണ് മുഹമ്മദുൻ കുല്ലു മാ ഫിൽ കൗനി മദ്ഹറുഹു മുഹമ്മദുൻ ഫിൽ ബറായ ഖൈറു മുഅ്തസമി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കുല്ലു മാ ഫിൽ കൗനി, ലോകത്തുള്ള എല്ലാം, മദ്ഹറുഹു ഐ മക്കാനു ദുഹൂരി റഹ്മത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മത്ത് പ്രകಟಾവുടെ ജാഗയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മത്ത് കിട്ടാത്തങ്കെത്ത ആൾമാർ ആരുമില്ല. വൽ വഹ്ശു വൽ അഷ്ജാറു ഖസ് സജദത് ലഹു വഅലൈഹി ഖസ് സല്ലംന ബഅദ തശഹുദി. എല്ലാവിധ മൃഗവും അതുപോലെ കല്ലും ലോകത്തെന്തെല്ലാം സെട്ടിങ്ങ ഉണ്ടാ എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവലംബിച്ചിട്ട് എല്ലാത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മത്ത് കിട്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മത്ത് ഓരോ വിഭാഗത്തും കിട്ടിയതിരെ എണ്ണിറങ്ക് ചൊല്ലെങ്ക് അത് വിശാലമായ അധ്യായമാണ്. ചെറിയ മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാട്ടിയെങ്കെത്ത റഹ്മത്ത് എത്ര പ്രവിശാലമായ ഒരു ചർച്ചയാണത്. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാ ആൽമാർക്കും റഹ്മത്തായിട്ട് മാത്രമാണ് നിങ്ങളെ ഞങ്ങൾ കടത്തിരേണ്ട പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്നുകൊണ്ടുള്ള. അപ്പോൾ ലോകത്തുള്ള എല്ലാ ആൽമാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ റഹ്മത്താണ്. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അണ്ട് പാവപ്പെട്ട പെൺമക്കളെ
പെൺകിടാവ് ജനിച്ചിട്ടുണ്ടായെങ്കിൽ ലോകം കാണുക ബുടലെ അങ്ങനെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടിയോണ്ടിന്നാറ്. ആ സന്ദർഭത്തിൽ അതുക്കെതിരായി ശബ്ദിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു ചെന്ന പോലെ ചെറിയ മക്കളൊട്ടിಗೆ എത്ര വലിയ പിർസാണ്. 10 വർഷത്തെ കിടാവിക്കുമ്പോൾ 10 വർഷത്തെ ആളായിട്ടിരിക്കുമ്പോഴാണ് അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖിദ്മത്തുക്ക് പോണ്ടേ. ആ മഹാൻ ഈ റഹ്മത്ത് ശരിക്കും അനുഭവിച്ചിരു. ആ മഹാൻ ചൊല്ലു, മാ റഅയ്തു അഹദൻ കാന അർഹമ ബിൽ അയാലി മിൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബാക്കിടങ്ങളെ റഹ്മത്ത് ಅದಕ್ಕೆ മുന്നോൽ സ്വന്തം കുടുംബത്തൊട്ടിಗೆ സ്വന്തം കുടുംബത്തെ മക്കളൊട്ടിಗೆ എത്ര വലിയ റഹ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കാട്ടിയോണ്ടിന്നെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെന്ന പോലെ ഖബ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹസൻ ഇബ്നു അലിയിൻ. ഒരു നാൾ ഹസൻ റളിയല്ലാഹു അൻഹുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചുംബിക്കിട്. അവിടെയാണ് അൽ അഖ്റ ഇബ്നു ഹാബിസ് തമീമി ചൊല്ലുന്ന ആൾ ജാലിസുൻ അവിടെ ഉണ്ട്. അപ്പോൾ അഖ്റ കേക്കിട്, ഇന്നലി അശറത്തം മിനൽ വലദ്, നബിയെ നക്ക് 10 മക്ക ഉള്ളാറ്, മാ ഖബ്ബൽതു മിൻഹും അഹദൻ, ആ മക്കൾപ്പെട്ട ഒരാളെയും നാ ചുംബിച്ചിട്ടില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഒന്നിങ്ങനെ നോക്കിടും. എന്നിട്ട് ചൊല്ലും, അല്ലാ യർഹമു ലാ യുർഹം, കാരുണ്യം കാട്ടാത്ത ഒരാൾക്ക് കാരുണ്യം കിട്ടില്ല. അതുകൊണ്ട് കാരുണ്യം കാട്ടണു, എല്ലാത്തൊട്ടികയും റഹ്മത്ത് കാട്ടണു. ചെറിയ മക്കളൊട്ടികയും അതുപോലെ കുടുംബത്തങ്ങളൊട്ടികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വലിയ റഹ്മത്ത് കാട്ടിയോണ്ടിന്ത്. ചെറിയ മക്കളൊട്ടിಗೆ അപ്പറ പോയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സലാം ചൊന്നോണ്ടിന്ത്. ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലുന്ന ഹദീസ്, ഉതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബി സബിയിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടൊരു ചെറിയ കിടാവിടെ കൊമ്പന്നാർ. സാധാരണ മദീനത്തിൽ ഏത് കിടാവ് ജനിച്ചെങ്കും പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടാണ് എടുത്ത പോണ്ടേ, ബർക്കത്ത് കിട്ടുകയാനായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുആ കിട്ടുകയാനായിട്ട്. അങ്ങനെ ഈ കിടാവിടെ എടുത്ത പോയപ്പോൾ ഫബാല അലാ തൗബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസ്ത്രത്തെ മേൽ കിടാവ് മൂത്രാണ് വീത്രേ. സുബ്ഹാനല്ലാഹ്, ആരെ ശരീരത്തെ വസ്ത്രത്തെ മേലാണ്. ലോകത്ത് അങ്ങനത്തെ ഒരു സിട്ടി ബർന്നുകില്ല, ബന്നിട്ടില്ല. അത്രയും അഷ്റഫുൽ മഖ്ലൂഖാത്തായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസ്ത്രത്തെ മേൽ മൂത്ര ബീത്തുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ നിമിഷം നാണ് നങ്ങ ആൽച്ചനാക്കൊണ എനിക്കെത്ത വിഷയ. സ്വന്തം നങ്ങളെ മക്കമേ ഞങ്ങളെ ശരീരത്തെ മേൽ മൂത്ര ബീത്തിയെങ്കിൽ പൊട്ടിത്തെറിക്കണമെങ്കെത്ത ആൾമാർ, ചൂടാവിടെങ്കെത്ത ആൾമാർ. യഥാർത്ഥത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുക്ക് പടിപാട്ടി കൊടുക്കണമെങ്കെത്ത സന്ദേശം നോക്കറു. മൂത്രം ബീത്തിയപ്പോൾ ചൂടായില്ല, തണ്ണി വിൽപ്പാട്ടിത്ത്, എന്നിട്ട് അതിലൊന്ന് അവിടെ ക്ലീനാക്കി തള്ളാണ്ട് ചൂടായ ചരിത്രം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലില്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ കാരുണ്യം മക്കളൊട്ടിയെ കാട്ടിയെങ്കെത്ത നേതാവ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ചെറിയ മക്കളെ മുതുൽ ദെപ്പാട്ടി പോയോണ്ടിന്ത്. എന്തൊരു നല്ല വാഹനം അങ്ങ് ചൊന്നോണ്ടിന്നാറ്. ഞമർ റാക്കിബാനി അന്തുമ, വാഹനം മാത്രം നല്ലതല്ല, വാഹനത്തെ മേൽ പറ്റിയ നിങ്ങ യാത്രക്കാർ നിങ്ങും നല്ല ആൾമാറുണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അങ്കുത്തരം കൊടുത്തോണ്ടിന്നെ. അങ്ങനെ ധാരാളം മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ഓടിയ വന്നുകൊണ്ടിന്നാറ്. അങ്ങ് വല്ലാത്ത കുസിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോണ്ടേന്ന് ചൊന്നെങ്കിൽ അതിരത്ര വലിയ കുസി അങ്ങെന്തുമില്ല. കാരണം അത്രയും വലിയ സ്നേഹവും കാരുണ്യവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട കെട്ടിയോണ്ടിന്ത്. യത്തീം മക്കക്ക് വേനായിട്ട് ശബ്ദിച്ചിത്ത്, ആ യത്തീം മക്കക്ക് വേനായിട്ട് എല്ലാവിധ കാരുണ്യവും റഹ്മത്തും കാട്ടണോണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാണ് ചൊന്നോണ്ടിന്നെ. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പണ്ട് അയാൾ ചൊല്ലു, എൻ്റെ കൽബ് ഭയങ്കര ഗട്ടിയാണ്, നങ്കും ആക്കുക പറ്റെത്ത മാർഗാണ്. കൽബ് ഗട്ടി, കസാവത്തുൽ കൽബ് എന്തൊരു ചൊന്നെങ്കും നാട്ടില്ല, ഭയങ്കര ഗട്ടിയാണ് കൽബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കേക്കിട്, അതുഹിബ്ബു അൻ യലീന കൽബുക് വതുദ്രിക ഹാജതക്, നിൻ്റെ കൽബൊന്ന് മയാവണു, നിൻ്റെ കൽബുടെ ഗട്ടി നീങ്ങണു, നിൻ്റെ ആവശ്യം വീട്ടണു ചൊല്ലുടെ ഉദ്ദേശം ഉണ്ടാ, ഇഷ്ടമുണ്ടാ എങ്കിൽ ഇർഹമിൽ യത്തീം, നീ യത്തീംഗു അബ്ബയില്ലാത്ത കിടാവുക റഹ്മത്താക്കണു. വംസഹ് റഅസഹു, ആ കിടാവുടെ തല ഒന്ന് നീ തടകണു. വ അത്ഇംഹു മിൻ തുആമിക്, നിൻ്റെ ഭക്ഷണം ഒന്ന് നീ ആ കിടാവുക കൊടുക്കണു. എങ്കിൽ എലിൻ കൽബുക്ക, നിൻ്റെ കൽബുമയാവുടു. വലിയ വലിയ ആലിമീങ്ങ പ്രയാസം വന്നെങ്കിൽ ടെൻഷൻ വന്നെങ്കിൽ അങ്ങാക്കിടെ സ്വറാണ് യത്തീമക്ക് പോയിട്ട് ഭക്ഷണം കൊടുക്കൂടെ. കൊടുക്കുമ്പോൾ നല്ല ബിരിയാണി ഞങ്ങൾക്ക് കൊടുത്തെങ്കിൽ നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ ഇയാളെ ടെൻഷനും പ്രയാസവും ഇല്ലാണ്ടായി പോണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നങ്കെത്ത മാർഗാണ്. സ്വന്തം പ്രിയപ്പെട്ട മോൻ ഇബ്രാഹിം, ആ കിടാവ് മരണപ്പെടുമ്പോൾ 2 കണ്ണട ഇങ്ങനെ നിരന്തരമായി തണ്ണി പോണ്ടു. ഇന്നൽ ഐന തദ്മഉ വ ഇന്നൽ ഖൽബ യഹ്സുൻ, കണ്ണിൽ തണ്ണി പണ്ട് കൽബ് വല്ലാണ്ട് ദുഃഖിച്ചോണ്ടുണ്ടു. എങ്കിലും റബ്ബ് തൃപ്തിപ്പെടുന്നതല്ലാണ്ട് വേറെന്തും ഞങ്ങൾ ചെല്ലില്ലാണ്ടാണ്
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നുകൊണ്ടുള്ളേ. അങ്ങനെ ലോകത്തുള്ള എല്ലാ മക്ക എല്ലാ ആൽമാറും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മത്ത് ഏറ്റുവാങ്ങിയെങ്കെത്ത സ്വീകരിച്ചെങ്കെത്ത ആൾമാറാണ്. ഉമർ ബിൻ അബി സലമാൻ ചൊല്ല കിടാവു ആ മഹാൻ ചൊല്ലു കുന്തു ഗുലാമൻ, നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷണത്തിൽ ഇന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടാണ് നാണിന്ന്. അങ്ങനെ തിന്നുമ്പോൾ എൻ്റെ കൈ പ്ലേറ്റർ എല്ലാ ഭാഗത്തും പോയോണ്ടിന്ത്. നನ್ನൊಟ್ಟಿಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു യാ ഗുലാം സമ്മില്ലാഹ് വകുൽ ബി യമീനിക് വകുൽ മിമ്മാ യലീക്. ഓ പ്രിയപ്പെട്ട കിടാവേ, നീ അള്ളാഹുടെ പേര് ചൊല്ലണു, എന്നിട്ട് നിന്റെ ബൽത്ത കൈയിൽ തിന്നണു, നിന്റെ മുട്ട ഉള്ളതിര തിന്നണു, പ്ലേറ്റർ അപ്പുറ ഇപ്പുറ തിന്നറല്ല, മുട്ട ഉള്ളതിര തിന്നണു. ഫമാസാലത്തിൽ കത്യമത്തി ബാദു. ആ കിടാവുടെ മനസ്സിലത് ദക്കിട് കിടാവ് ചൊല്ലു, അതിൽ പിന്നെ ഞാനെപ്പോഴും അങ്ങനമേ തിന്നോണ്ടിന്നെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സുബ്ഹാനല്ലാ ബല്ലാണ്ട് മക്കളെ സ്നേഹിച്ചെങ്കെത്ത്, ആ മക്കൾക്ക് വലിയ സ്നേഹം കൊടുത്തെങ്കെത്ത്, എല്ലാം കൊടുത്തെങ്കെത്ത നേതാവാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മദീനത്ത് വരുമ്പോൾ ഞാൻ ചെറിയ കിടാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖിദ്മത്ത് ഞാൻ പോയ ജീവിതകാലത്തൊരിക്കലും എൻ്റെ നൊമ്പലാക്കില്ല, പറഞ്ഞില്ല, എന്തുമാക്കില്ല. ആ രൂപത്തിൽ വല്ലാത്ത കാരുണ്യം നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടത്തെ ഏറ്റുവാങ്ങിയിട്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പടിപാട്ടിയോണ്ടുള്ളേ. ഇങ്ങനെ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കാരുണ്യം കാട്ടിക്കത്തെ നേതാവ് ആറുണ്ട് കേട്ടെങ്കിൽ അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാണ്. അതാണ് മുഹമ്മദുൻ കുല്ലുമാ ഫിൽ കൗനി മദ്ഹറുഹു. ലോകത്തുള്ള എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മത്ത് പ്രകട ഔടങ്കെത്ത ജാഗയാണ്. എല്ലാ സെട്ടിങ്ങും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടത്തെ റഹ്മത്ത് കിട്ടിട്. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിക്കുകയാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള ആൾമാർക്ക് റഹ്മത്ത് ഉണ്ടാണ് സൂറത്തുൽ അംബിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചുകൊണ്ടുള്ള എത്ര ആൾമാർക്ക് ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തിട്ടിന്ത്. സ്വഫ്വാൻ ഇബ്നു ഉമയ്യത്തിന് ചൊല്ല ആൾക്ക് 100 ആട് കൊടുത്തുത്തു, പിന്നെയും 100 കൊടുത്തുത്തു, പിന്നെയും 100 കൊടുത്തുത്തു ഉണ്ടാണ്. അങ്ങനെ സ്വഫ്വാൻ ചൊല്ലു ലഖദ് അഅ്താനി മാ അഅ്താനി വ ഇന്നഹു ലഅബ്ഗദുൽ ഖൽഖി ഇലയ്യ. നക്ക് വല്ലാണ്ട് അർസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ഭയങ്കര ദേഷ്യാണ് അർസയിന്ത് നക്ക്, എന്നിട്ടും ധാരാളം നക്ക് അയാൾ തന്ത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ തന്ത് ഫമാസാല യുത്തീനി, ആ തന്നോണ്ടേ ഇന്ത്. ഹുനൈൻ യുദ്ധത്തെ സംഭവമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഹത്താ ഇന്നഹു ലഅഹബ്ബുൽ ഖൽഖി ഇലയ്യ, ഇൻ്റെ ലോകത്ത് നക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാണ്ട് സ്വഫ്വാൻ ഇബ്നു ഉമയ്യത്ത് വിശദീകരിച്ചുകൊണ്ടുണ്ട്. സുബ്ഹാനല്ലാ. ആ ഒരു അറാബിയായ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടബണ്ട് എന്തെങ്കിലും തറന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇല്ലാന്ന് ചൊല്ല ചരിത്രം ഇല്ല, കൊടുക്കുടും. അങ്ങനെ പിന്നെ ഞാൻ നിക്ക് നന്മയാക്കില്ലേ എന്ന് കേക്ക്. അറാബി അയാൾ ചൊല്ലു ഇല്ല വല അജ്മൽത്ത, എന്തിനാ ഇതിട്ട് കൊടുത്തിട്ടും ജവാബ് ശരിയില്ല അയാളത്. ഫഗളിബൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ എല്ലാവർക്കും അർസവുണ്ട്. സുബ്ഹാനല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അൻകുഫൂൻ ചൊന്ന് ഇഷാറത്താക്കണം, എന്ത് മുണ്ടണ്ട. എന്നിട്ട് അയാൾ പോണ്ട അയാൾ ഒത്തുകും. എന്നിട്ട് അയാൾക്ക് വേറെ ചെമ്മ കൊടുത്തു കടത്തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ. അഹ്സൻതു ഇലൈക, അല്ല അയാളെ വിളിപ്പാട്ടിട്ട് ആരെ കൊടുക്കുള്ളൂ, എന്നിട്ട് കൊടുക്കുള്ളൂ ഞാൻ നിങ്ങൾക്ക് നന്മ ആക്കില്ലേ. അയാൾ ചൊല്ലു നാം ഫജസാക്കല്ലാഹു മിൻ അഹ്ലിൻ വഅശീറത്തിൻ ഖൈറ, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ തരട്ടെ ചൊന്ന് ആ അറാബി ദുആർക്കിട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അയാളൊട്ടിಗೆ ചൊല്ലു ഇന്നക കുൽത്തമാ കുൽത്ത, നിങ്ങൾ എന്തെല്ലാം ചൊന്നിട്ടിന്നാറ് എൻ്റെ ബಗೆ, എൻ്റെ അസ്ഹാബുകു ചൂടായിട്ട് അർസ വന്നರು. അതുകൊണ്ട് ഈ ചൊന്ന പലക്ക അങ്ങളെതിരിലും ഒന്ന് ചൊല്ലുക സൗകര്യ അവിടെങ്കിൽ ചൊല്ലണം, കാരണം അങ്ങനെ അർസൊന്ന് പോവട്ടുണ്ട്. അങ്ങനെ നാം ചൊല്ലു. പിറ്റാണ്ട് വീണ്ടും അയാൾ പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു ഈ അറാബി ഇന്നലെ എന്തെല്ലാം ചൊന്നിട്ടിന്തല്ലേ, അയാൾക്ക് ഞങ്ങൾ പിന്നെയും യാറെ കൊടുത്തിട്ടിന്ന, അയാൾക്ക് തൃപ്തിയായിട്ടുണ്ട് അയാൾ ചൊന്നുറുണ്ട്. സ്വഹാബത്തിരൊട്ടിಗೆ ചൊല്ലു. എന്നിട്ട് കേക്കട കദാലിക്ക തൃപ്തി ആയിടാ. അപ്പോൾ അറാബി ചൊല്ലു നാം ഫജസാക്കല്ലാഹു മിൻ അഹ്ലിൻ വഅശീറത്തിൻ ഖൈറാൻ ചൊന്ന് ദുആർക്കിട്. സ്വഹാബത്തുക്ക് വലിയ സന്തോഷമാവും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എല്ലാരൊട്ടിയും റഹ്മത്താണ്. കേട്ടാൽമാർക്കെല്ലാം ധാരാളം കൊടുത്തോണ്ടിന്ത്, ആരെയും മടക്കിക്കൊണ്ടില്ലന്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്ന പോലക്ക നൻ്റെ അസ്ഹാബിടെ ಬಗ್ಗೆ ഒരക്ഷരവും നൻ്റൊട്ടിಗೆ ആരും ചൊല്ലണ്ട. കാരണം ഞാൻ സലീമുസ്വദറായിട്ട് കൽബ് രക്ഷപ്പെട്ടവനായിട്ട് ഒരാളെ ಬಗ್ಗೆ എന്തും എൻ്റെ മനസ്സിലില്ല, ആ രൂപത്തിൽ ഇലിഞ്ഞു പറഞ്ഞു കാണാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അയാളെ ಬಗ್ಗೆ ഇങ്ങനെ ഇയാളെ ಬಗ್ಗೆ ഇങ്ങനെ ചൊന്നിട്ട് എൻ്റെ കാതൽ കൊമ്പൻ നൂതണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പലപ്പോഴും ചൊന്നോണ്ടിന്ത്.
ഈ സമുദായത്തൊട്ടിಗೆ എന്തൊരു പിർസാണ്. സുബ്ഹാനല്ലാ, മിസ്വാക്ക് നാൻ നിർബന്ധാക്കത്ത എല്ലാ ഉലൂടൊട്ടിಗೆ ഈ സമുദായത്തെ മേൽ പ്രയാസം പേടിച്ച് നാൻ നിർബന്ധാക്കില്ലേ. സുബ്ഹാനല്ലാ, ജാവുകു ഫുള്ളു നിസ്കാരം നിർബന്ധമില്ല. അതുപോലെ വിസാൽ നിരന്തരമായി നോമ്പ് നോക്കൂ തീര, നോമ്പ് മുറിക്കണു പിടിക്കണു അല്ലാണ്ട് വിസാൽ തീര കൂട്ടരെ മഗ്രിബാമ്പ് പിന്നെ ഇഫ്താറുമില്ല. ആ രൂപത്തിൽ വിസാൽ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വിരോധിച്ചിട്ട്. പിന്നെ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇങ്ങനെ പലതും സമുദായത്തെ നന്മ വിചാരിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വിരോധിച്ചിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്ത് ഏതെങ്കിലും ഒരാളെ ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പറഞ്ഞത് ഫജഅൽ ദാലിക ലഹു സകാത്തൻ വറഹ്മ, ഫജഅൽ ദാലിക ലഹു സകാത്തൻ വറഹ്മ, അയാൾക്കത് നീ കാരുണ്യവും അയാളെ ദോഷം പൊറുക്കുക കാരണാക്കണോണ്ട് ഞാൻ അള്ളാഹുടൊട്ടിയത് പറഞ്ഞോണ്ടിന്നെ. സുബ്ഹാനല്ലാ, ഒരാൾക്ക് പറഞ്ഞതും അയാൾക്ക് ലാഭാക്കി നീ മാറ്റണോണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുആ. സുബ്ഹാനല്ലാ, സ്വന്തം കൗമു കളവാക്കിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് കേട്ടില്ലേ, പർവ്വതത്തെ മലക്കിലൊട്ടിയ കൽപ്പനയുണ്ട്, ആ പർവ്വതത്തമേ മറിച്ചിട്ടിടട്ട എന്താക്കണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന പലക്ക ഇല്ല, ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു വലാ യുശ്രികു ബിഹി ഷൈഅ. അങ്ങളെ മുതുടെ അള്ളാഹുടെ ആരാധിക്കടങ്കത്തെ ഒരാൾ പുറത്ത് പണ്ടതാണ് ഞാൻ ഇഷ്ടപ്പെടുറേ, അതുകൊണ്ട് അങ്ങളെ നിങ്ങൾ നശിപ്പിക്കണ്ടാണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തുണ്ടായെങ്കിൽ എന്തൊരു കാരുണ്യവും എന്തൊരു റഹ്മത്തുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ സമുദായത്തൊട്ടിಗೆ ഇന്ന്. അങ്ങനെ ഒരിക്കലും അത് വിശദീകരിച്ച് തീർക്കുക ആവാത്തങ്കത്തെ സംഭവമാണ് മുഹമ്മദുൻ കുല്ലു മാ ഫിൽ കൗനി മൽഹറുഹു. ലോകത്തുള്ള എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മത്ത് പ്രകട ആവുടെങ്കത്തെ ജാഗയാണ്. എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാരുണ്യം നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. എന്നിട്ട് ചൊന്ന പലക്ക മുഹമ്മദുൻ ഫിൽ ബറായ ഖൈറു മുഅ്തസമി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഫിൽ ബറായ ബരിയത്ത് സിട്ടിങ്ങളിൽ ആൾമാർക്ക് ഖൈറു മുഅ്തസമിൻ ഏറ്റവും വലിയ അവലംബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വലിയ അവലംബാണ്ടാണ് ചൊന്നുകൊണ്ടുള്ളത്. ഒമുന്ദു അൽസംതു അഫ്കാരി മദാഇഹഹു വജത്തുഹു ലിഖലാസി ഖൈറ മുൽതസിമീൻ. ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ചെന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് നാൻ എപ്പോൾ തുടങ്ങിയില്ലേ അണ്ട് മുതൽ നൻ്റെ എല്ലാ പ്രയാസവും ഇല്ലാണ്ടാവൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഏറ്റവും വലിയ കാരണക്കാരായിട്ടിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ ബൂസീരി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പാട്ടി തന്നുകൊണ്ടുള്ളത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഏറ്റവും വലിയ അവലംബാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഖൈറു മുഅ്തസം ചൊന്നെങ്കിൽ ഭൂലോകു പോണ്ടെങ്കത്തെ ആൾക്ക് പിടിക്കുക പറ്റെങ്കത്തെ അവലംബം. വഅ്തസിമു ബിഹബ്ലില്ലാഹ് ഖുർആൻ ചൊന്ന പോലെ അത് നിങ്ങൾ ഗട്ടിപ്പിടിക്കറുണ്ടാണ്. ഒരിക്കലും ആ കയറും ആ പിന്നെ ബല്ലി പിടിച്ചെങ്കിൽ ഒരിക്കലും പരാജയപ്പെട്ടു കൊണ്ടുള്ള കദമ സ്വിദുക്ക്, അത് സത്യത്തെ കാൽപാതാണ്. അത് പിടിച്ചവന് രക്ഷപ്പെടാൻ ചൊല്ലതുക്ക് സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ചെങ്കത്ത ആൾമാർ അനുഭവം അതാണ്. ബഹുമാനപ്പെട്ട ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു വാഹനത്തെ മേലിൻ്റെ ബൂൾഡങ്കത്ത ആളാണ്. വാഹനത്തെ മേൽ നക്ക് നേര് ദെക്കുകയാവില്ല, കുതിരൽ ദെക്കണുണ്ടായെങ്കിൽ കുറേ ട്രെയിനിങ് വേണു, ദെക്കുകയാവില്ല, ബൂൾഡനാണ്. ആ മഹാൻ ചൊല്ലു, ഞാൻ മുസ്ലിമായത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോകുമ്പോൾ എപ്പോഴും ചിരിച്ചിട്ടാണ് എൻ്റെ സ്വീകരിക്കടെ, വല്ലാത്ത ചിരി തബസ്സും പുഞ്ചിരിച്ചിട്ട് എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരുത്ത്. ഒരു നാൾ ഞാൻ ചെന്ന് നക്ക് വാഹനത്തെ മേൽ ദെക്കുകയാവില്ല നബിയെ, അതുകൊണ്ട് നക്കൊന്നു നിങ്ങൾ സലാമത്ത് തരണു. ഖൈറു മുഅ്തസം, ഏത് പ്രയാസം വന്നെങ്കും ഏത് പ്രശ്നം വന്നെങ്കും അവലംബിക്കൂ പറ്റെങ്കത്തെ കേന്ദ്രമാണ് അൽ ഇസ്തിംസാഖ്, ഗട്ടിപ്പിടിക്കുക. അത് പിടിച്ചെങ്കിൽ ഖൈറു മൽജഇൻ വ മലാദിൻ യുൽജഉ ഇലൈഹി വ യുലാദു ബിഹി, അവലംബിക്കപ്പെടുക അവിടെങ്കത്തെ ആശ്രയം എടുക്കുക അവിടെങ്കത്തെ അഭയം തേടുക അവിടെങ്കത്തെ കേന്ദ്രമാണ് അന സയ്യിദു ഉൽദി ആദം ഹുവല്ലദി യുഫ്സഉ ഇലൈഹി ഫിൻ നവാഇബി വശദായിദ്. എല്ലാ പ്രയാസത്തിലും എല്ലാവിധ ബുദ്ധിമുട്ടുള്ള ടൈമിലും അഭയം തേടുക അവിടെങ്കത്തെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന സ്വഹാബി ഈ കേസ് ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നെഞ്ഞികൊന്ന് അടിക്കിട്. ആ മഹാൻ ചൊല്ലുടെ അയിൽ പിന്നെ എന്നിട്ട് ദുആറക്കിട്, അല്ലാഹുമ്മ സബ്ബിത്തുഹു, ഇയാൾക്ക് നീ സ്ഥിരത കൊടുക്കണം.
വാഹനത്തെ മേൽ ശരിക്കും പിന്നെ ബൂലാത്ത പോലെ ഇയാൾക്ക് നീന് ജാഗ്രത അല്ലെങ്കിൽ രക്ഷ കൊടുക്കണം. ഇയാളെ നീ വാഹനത്തെ മേലെ ബൂലകുത്തീറ എന്നിട്ട് വജഅൽഹു ഹാദിയൻ മഹ്ദിയ, ഇയാളെ നീ സന്മാർഗം കാട്ടയാൾ, സ്വയം സന്മാർഗം സിദ്ധിച്ച ആളാക്കണമെന്ന് ചൊന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ദ്വാരന്നപ്പ. സുബ്ഹാനല്ലാ, ആ മഹാൻ ചൊല്ലു അതിൽ പിന്നെ വാഹനത്തെ മേൽടെ അയാൾ ബൂന്നുട്ലാണ്ടാണ് ചരിത്രം. അപ്പോൾ എന്തൊരു ഖൈറു മുഅ്തസമാണ്. ലോകത്തുള്ള എല്ലാ ആൾമാർക്കും പിടിക്കുക അവിടെങ്കെത്ത അവലംബ കേന്ദ്ര അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാണ്. മുഹമ്മദിൻ ചൊല്ലുടെ പേര് വിളിച്ചപ്പ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാടെ കാൽക്ക് നൊമ്പലായപ്പ ഉദ്കുർ അഹബ്ബന്നാസിലൈക്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ പേര് വിളിക്കൊറു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് വിളിച്ചപ്പ അയാളെ കാലിലെ നൊമ്പലം മാറിപ്പോയിത്തിണ്ട് ചരിത്രം പരിപാടിയുണ്ടുണ്ട്. സുബ്ഹാനല്ലാ. അതുപോലെ സ്വലാത്ത്, അതും ഒരു പിടിവള്ളി. ആ സ്വലാത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ചെങ്കിൽ ഒരിക്കലും പരാജയപ്പെട്ടുകൊണ്ടുള്ള രക്ഷപ്പെടുക. ഇതൻ തുക്ഫ ഹമ്മക് വയുഗ്ഫർ ലക ദംബുക്, നിന്റെ ടെൻഷൻ ഇല്ലാണ്ടാവുടു, നിന്റെ ദോഷം പൊറുക്കപ്പെടുക. അതുകൊണ്ട് ഇണ്ട് നമുക്ക് പിടിക്കുക പറ്റെങ്കത്തെ ഏറ്റവും വലിയ അവലംബ ബള്ളി കേന്ദ്രം അത് സ്വലാത്താണ്. അതുകൊണ്ട് എത്ര കണ്ട് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലാമ, അതൊരു മുറബിയായ ഷെയ്ഖിടെ പോലെ തർബിയത്താക്കും പോലെ ആ സ്വലാത്തിലൂടെ ഞങ്ങൾ നിയന്ത്രിക്കപ്പെടുക. അതുകൊണ്ട് ഇക്കാലത്ത് ഞങ്ങൾക്ക് പിടിക്കുക പറ്റെങ്കത്തെ ഗട്ടിയായ ഉറപ്പുള്ള ബള്ളിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലുള്ള സ്വലാത്ത്. കടം ഉള്ളങ്കത്തെ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് സമീപിക്കടെ. കാരക്കയുടെ മുട്ട വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആർന്നിട്ടാണ് കൊടുക്കടെ. എല്ലാ കടവും വീട്ടിപ്പോണ്ടു. സുബ്ഹാനല്ലാ. ഇങ്ങനെ എന്തൊരു ഖൈറു മുഅ്തസം, എന്തൊരു അവലംബമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ചെന്നത് വിശാലമായി വിശദീകരിക്കണ അധ്യായാണ് മുഹമ്മദുൻ ഫിൽ ബറായ ഖൈറു മുഅ്തസമി മുഹമ്മദുൻ കുല്ലുമാ ഫിൽ കൗനി മൽഹറുഹു. മുഹമ്മദുൻ ഫിൽ ബറായ ഖൈറു മുഅ്തസം, ലോകത്ത് അവലംബിക്കപ്പെടുക അവിടങ്കത്തെ കേന്ദ്രം അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മാത്രം. മുഹമ്മദുൻ ഫിൽ ബറായ ഖൈറു മുഅ്തസം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അവലംബിക്കപ്പെടുന്നത്തെ കേന്ദ്രാണ്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുമുടെ ജീവിതം നങ്ങൊന്ന് പരിശോധിച്ചു നോക്കിയെങ്കിൽ ഇമാമിങ്ങ പടിപ്പാട്ടിയത് സുബ്ഹാനല്ലാ. എല്ലാ സ്വഹാബത്തും അങ്ങളെ അവലംബായിട്ട് കാണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. എല്ലാത്തുക്കും അങ്ങ അവിടെയാണ് ഓടിവണ്ട്. വലൈസ ലന ഇല്ലാ ഇലൈക ഫിറാറുന വ ഐന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുൽ. നബിമാരെ മുട്ടല്ലാണ്ട് എവിടെയാണ് ആൽമാർ പോണ്ടേ. ദുനിയാവിലും ആഖിറത്തിലും നങ്ങ ഓടിപ്പോണ്ടെങ്കത്തെ കേന്ദ്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയാണ്. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക, പ്രയാസം ആക്കിടാറുണ്ടായെങ്കിൽ അക്രമം ആക്കിയ ആൾമാർ പരിഹാരത്തുക്ക് നിങ്ങളെ മുട്ട പറഞ്ഞുകൊണ്ട് ഖുർആൻ സൂറത്തുൻ നിസാഇൽ പടിപാട്ട്. ലോകത്തുക്ക് സ്വഹാബത്ത് പടിപ്പാട്ടിയാർ, താബിഈങ്ങ പടിപ്പാട്ടിയാർ, 14 ശതമാനത്തെ പരമ്പരൽ മുസ്ലിം ഇമാമിങ്ങ പടിപ്പാട്ടിയാർ. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോയാർ, സമസ്യ ചൊന്നാറ്, അങ്ക് പരിഹാരായിട്ട് അത് ഇമാമിങ്ങ കിതാബിൽ എഴുതി വെച്ചാർ. മുഹമ്മദുൻ സുബ്ഹാനല്ലാ ഫിൽ ബറായ ഖൈറു മുഅ്തസം, അവലംബിക്കപ്പെടുക പറ്റെങ്കത്തെ ഏറ്റവും നല്ല കേന്ദ്രമാണ്. ആ ഏറ്റവും നല്ല കേന്ദ്രിക്കുമ്പ വേറൊരു പക്കം ഞങ്ങൾ പോണ്ടെങ്കത്തെ ആവശ്യം പണ്ടില്ല. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഞങ്ങൾക്കത് വടിപാട്ടി തന്നാർ. ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് അഷ്ഷിഫ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്തൊരു നല്ല കിതാബാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ അവൽ മുതൽ ആഖിർ വരെ എത്ര ചന്താണ് ആ മഹാൻ വിശദീകരിക്കടെ. അതുപോലെ ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റഹിമഹുല്ല ഹുജ്ജത്തുല്ലാഹി അലൽ ആലമീൻ ചൊല്ലങ്കത്തെ പ്രസിദ്ധമായ അത്ഭുതകരമായ കിതാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരോ മഹത്വവും മോജിസത്തും എത്ര സൗന്ദര്യത്തിലാണ് ആ മഹാൻ വിശദീകരിക്കടെ. അത്ഭുതപ്പെട്ടു പോവും അതെല്ലാം വായിക്കുമ്പോൾ. ഒരിക്കലും ചൊന്നു തീർക്കുക, വിശദീകരിച്ച് തീർക്കുക സാധ്യയില്ലാത്തങ്കത്തെ അധ്യായങ്ങളാണ് അതെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട രോഗിങ്ങ വന്നപ്പ, പ്രയാസം പിടിച്ചെങ്കത്തെ താൽമാർ വന്നപ്പ എത്ര പരിഹാരാണ് ആ സന്നിധാനത്തിൽ കിട്ടിയത്. സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു അമ്പ് കൊടുത്തിട്ട് ചൊല്ലു നിങ്ങൾ എറിയോറു. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ഏറ്റവും ചന്ത അമ്പരിരങ്കത്തെ ബില്ലുബാണ നടുത്തിരങ്കത്തെ ആളായി മാറിയിന്ത്. അതുപോലെ സുബ്ഹാനല്ലാ ഖതാദ റളിയല്ലാഹു അൻഹുടെ കണ്ണ്, ഖതാദത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുടെ കണ്ണുക കായത്ത് കവിളുടെ മേൽ കണ്ണ് പൂന്തു. അതര മടക്കി കൊടുത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാണ്.
ഫക്കാനത്ത് അഹ്സന ഐനൈഹി, രണ്ട് കണ്ണിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ തൊട്ടെങ്കത്തെ കണ്ണ്, മടക്കി കൊടുത്തെങ്കത്തെ കണ്ണ് ഏറ്റവും നല്ല കണ്ണായി മാറിയിട്ട് ആ മഹാൻ വിശദീകരിച്ചുകൊണ്ടുണ്ട്. സുബ്ഹാനല്ലാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അബൂ ഖത്താദയുടെ മുഖത്തിൽ ഒരു അമ്പ് തെറിച്ചിട്ട് ഗായായിട്ടിന്ത്, അവിടെ തുപ്പിന്ത്, ഒരു പ്രയാസവും മയിൽ പിന്നെ ഞാൻ അനുഭവിച്ചില്ലേ. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന സംഭവം, അമയായ കുരുടനായ ആൾ മുന്നൽ തങ്ങ് വിശദീകരിച്ചത്, കണ്ണ് കാണ്ടില്ല കണ്ണ് കാണണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്തു ദ്വാർ പോറു ഉളു എടുത്തിട്ട് പറഞ്ഞു ജനറക്കാർ നിസ്കരിക്കൊരു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയ്യിക നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യിർ റഹ്മ, യാ മുഹമ്മദു ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബിക അൻ യക്ഷിഫ അൻ ബസരി അല്ലാഹുമ്മ ശഫിഉ ഫിയ. അങ്ങനെയും റിപ്പോർട്ടിൽ കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ദ്വാർക്കു ചൊല്ലു, ആ കുരുടനായ ആളെ കണ്ണുക്ക് നല്ല കാഴ്ച കിട്ടുന്നിട്ടാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് പടിപാട്ടി തന്നോണ്ടുള്ളേ. ഇബ്നു മുലായിബുൽ അസിന്നാൻ ചൊല്ലങ്കെത്ത ആൾക്ക് വലിയ രോഗം വന്ന് ബേത്ര പോണ്ടെങ്കെത്ത വല്ലാത്ത രോഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോയിത്ത് ഭൂമിയുടെ ഒരു കൊറിയ മണ്ണെടുത്തിട്ട് ഒരു ഗോരിത്തന്ത്രമ ഭൂമിയിലെ ഗോരിത്ത്, എന്നിട്ട് അതിൽ തുപ്പിത്ത് എന്നിട്ട് കൊടുത്തുത്തു. അത്ഭുതമാണ്, മറന്താണിത്. അയാൾ പോയിട്ട് കുടിച്ചിത്തതിരെ അയാൾ രോഗം ഷിഫയത്ത്. ഇമാം സുബ്ഹാനല്ലാ സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് മഹാൻ വിശദീകരിച്ചുകൊണ്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം സംഭവമാണ്. സുബ്ഹാനല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അഭയം കിട്ടിയെങ്കെത്ത രക്ഷ കിട്ടിയെങ്കെത്ത മഹാന്മാർ. ഹബീബ് ഇബ്നു ഫുദൈക് ചൊല്ലങ്കെത്ത ആൾ, അയാൾ വിശദീകരിക്കുന്നത് എൻ്റെ ബാപ്പ രണ്ട് കണ്ണും ബെൽത്തിട്ട് വയ്ത്ത് കാണ്ടേ ഇല്ല, എന്തും കാണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ രണ്ട് കണ്ണുകളും ഊതിത്ത് കണ്ണുക്ക് കാഴ്ച കിട്ടിത്ത്. സുബ്ഹാനല്ലാ. അയാൾ 80 വർഷം ഇക്കുമ്പോഴും സൂചിര ദ്വാരത്തുക്ക് നൂൽ കോക്കുറുതു ഞാൻ കണ്ടാണ്ട് ചൊന്നെങ്കിൽ അത്ര വർഷമായിട്ടും അയാളുടെ കാഴ്ചക്ക് എന്തുമായിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്താണ്. സുബ്ഹാനല്ലാ. കുൽസൂം ഇബ്നുൽ ഹുസൈൻ ചൊല്ലുന്ന ആള് ഉഹുദ് യുദ്ധത്തെ നാളിൽ അയാളെ നെഞ്ഞികാണ് അമ്പ് തറച്ചിരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പിത്ത് ശിഫ ആയിത്ത്, ലോകത്ത് തുപ്പു തന്നിക ശിഫ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സുഗന്ധം, ആ ഉമിനീർ, അതേറ്റവും വലിയ ബർക്കത്തുള്ളതാണ്. അല്ലാഹ്, അതേറ്റവും വലിയ മഹത്വമുള്ളതാണ്. അത് കിട്ടി അനുഭവിച്ച സ്വഹാബത്ത് എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോകുമ്പോൾ മറന്താണ്. ലോകത്ത് ഏത് നേതാവുകാണ് ഇങ്ങനെ ഒരു സർജറി ആക്കൂ സാധ്യ? ലോകത്ത് ഏത് നേതാവുകാണ് ഇങ്ങനെ ഒരു ആത്മീയമായ ശിഫ കൊടുക്കൂ സാധ്യ? തുല്യതയില്ലാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുപ്പുനീർ തട്ടിയപ്പ ശിഫയായി പോയിത്ത്. ഇങ്ങനെ എന്തെല്ലാം സംഭവം സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ മഹാന്മാർക്ക് ചൊല്ലുകൊണ്ടു. ഖൈബർ യുദ്ധത്തണ്ട് അലി റളിയല്ലാഹുവിൻ്റെ രണ്ട് കണ്ണുകും രോഗാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ തുപ്പിയപ്പ ശിഫയൈത്ത്. സലമത്ത് ഇബ്നുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധത്തപ്പ കാൽ കടി കിട്ടിത്ത് ഉസീബ സലമ, എല്ലാവരും ചെന്നാറ് സലമ മരിച്ചിത്താണ്ട് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പിന്നെ തുപ്പിയപ്പ ശിഫയൈത്ത്, ഒരു ബുദ്ധിമുട്ടും സംഭവിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇങ്ങനെ എത്രമാ ആൾമാർക്ക് ശിഫ കൊടുത്തിട്ടിന്ത്. മുഅവ്വിദ് ഇബ്നു അഫ്രാ റളിയല്ലാഹു അൻഹുടെ കൈ ബദർ യുദ്ധത്തണ്ട് അബൂജഹൽ കട്ടാക്കിട്ടിന്ന ಅದರ ಎರ್ತೋಂಟು നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ടാണ് പണ്ട്. ഡോക്ടറെ മുട്ട പോകേണ്ട അല്ല, ഏറ്റവും വലിയ ഡോക്ടറും ഏറ്റവും വലിയ ചികിത്സ എവിടെ കിട്ടുന്നുണ്ട് അങ്ങ് കൊന്തുണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ തുപ്പിത്ത് ചേർത്തി കൊടുത്തു ചേർന്നിട്ടാണ് ചരിത്രം. നിഷേധിക്കുക ആവാത്തെങ്കത്തെ സംഭവമാണ്. എന്തൊരു വല്ലാത്ത സർജറിയാണ്. സുബ്ഹാനല്ലാ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഖൈറു മുഅ്തസം അല്ലാണ്ട് എങ്ങനെ ചൊല്ലു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഏറ്റവും വലിയ അവലംബ കേന്ദ്രമാണ്. സ്വഹാബത്തിൻ്റെ സംഭവം എന്തിക്ക് ചൊല്ലേന്ന് ചൊന്നെങ്കിൽ ഇണ്ട് 1400 വർഷത്തിൽ ഇപ്പറ ഉള്ളെങ്കത്തെ നങ്കും ഞങ്ങളെ പ്രയാസവും മുസീബത്തും നീങ്ങിക്കിട്ടുകൊള്ള ഖൈറു മുഅ്തസം അവലംബ കേന്ദ്ര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാണ്. ആ വിശ്വാസമാണ് ഞങ്ങളെ മനസ്സിക്ക് പറഞ്ഞായ സ്വഹാബത്ത് ഇന്നെങ്കത്തെ വിശ്വാസം അതാണ്. ഖുബൈബ് ഇബ്നു യസാഫ് ചൊല്ലെങ്കത്തെ ആൾ ബദർ യുദ്ധത്തണ്ട് അയാൾക്ക് ഗായത്ത്, പെരടിക്ക് വലിയ ഗായത്ത്, ഒരു ഭാഗമേ ഇങ്ങനെ ചാഞ്ഞു വയ്ത്ത അയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മടക്കിത്ത് അയാൾ ഊതിത്ത് അയാൾക്ക് നല്ല ആരോഗ്യം വന്ന്. ഹസാം ഗോത്രത്തെ ഒരു പെണ്ണ് ചെറിയ കിടാവിടെ വിളിച്ച പണ്ട് മുണ്ടുള്ള ആ കിടാവ് എന്ത്രമാ രോഗം ആ കിടാവ് കൊണ്ടു. അങ്ങനെ തണ്ണി കൊമ്പർന്നു ചൊന്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പിന്നെ ബായും കുളിച്ചിത്ത് എന്നിട്ട് കൈ കൽകിത്ത് എന്നിട്ട്
അത് ആ കിടാവ് കൊടുക്കുടു, അത് ആ പെണ്ണിങ്ങക്ക് കൊടുക്കുടു. എന്നിട്ട് ചൊല്ലു ആ തന്നി കുടിപ്പാട്ടണു, എന്നിട്ട് തൊടണു, സ്പർശാക്കണു. ആ കിടാവ് സഡൻ സുമറയിത്തിണ്ടാണ്. ഈ രോഗം മൊത്തം മാറിപ്പോയിത്തിണ്ടാണ് മഹാന്മാർ പടിപാട്ടിയോണ്ടുള്ളേ. ഒരു പെണ്ണിങ്ങ വന്ന് അയ്മലൊട്ടി ആൺകിടാവുണ്ടു, ആ കിടാവ് പിരാന്താണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നെഞ്ഞി തടകിത്ത് ആ കിടാവ് എന്തരമാ ശബ്ദം ഉണ്ടാക്കിത്ത്. ഭയത്ര ഉൾഗത്തെ ഒരു കറുത്ത നായുടെ കുഞ്ഞ് പോലത്തെ ഒരു ചെറിയ ജീവി അതിങ്ങനെ പുറത്തായി പോയിത്ത് കിടാവ് സമ്പൂർണ്ണമായ ശിഫായിത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്താണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിടങ്കത്തെ ഹദീസ്. മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹുവിൻ്റെ കൈക്ക് ചട്ടി മറിഞ്ഞിത്ത്. സുബ്ഹാനല്ലാഹ്. ചെറിയ കിടാവാണ്, ചൂടുള്ളതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ തടകിത്ത് ദ്വാരന്ത് തുപ്പിത്ത് ആ സമയത്തിൽ അത് ശിഫായിത്ത് ഉണ്ടാണ്. ഷുറഹിബീൽ അൽ ജോഫി ചൊല്ലാളെ മഹാൻ്റെ കയ്യിൽ ഒരു ബൊക്കയുണ്ട്, കയ്യിൽ ഒരു ഗഡ്ഡയാണ്. അയാൾക്ക് ബാൽ പിടിക്കുകയും വാഹനത്തെ ബീല ഇത് പിടിക്കുകയും കടഞ്ഞാൻ പിടിക്കുകയും ആവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ കേസ് ജന്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ തടകിക്കൊണ്ടിരുത്ത്. എന്നിട്ട് ഉയർത്തിത്ത് നോക്കുമ്പോൾ ആ കലമേ അല്ലെങ്കിൽ ആ ഗായമേ അല്ലെങ്കിൽ ആ ഒരു ബൊക്ക പോലത്തെ സാധനം അയാളെ കയ്യിലില്ലാത്തഎനിക്കത്തെ അനുഭവമാണ്. എല്ലാം മാറിപ്പോയിത്തിണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ഒരു പെണ്ണിങ്ങ വന്നിട്ട് ഭക്ഷണം കേൾക്കിട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിണ്ടോണ്ടുണ്ട്. അപ്പോൾ ആഹാരം കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നോത്തുള്ള ആഹാരം എടുത്തു കൊടുത്തു. ആ പെണ്ണിടെ ಬಗ್ಗೆ ചൊല്ലെ വക്കാനത്ത് കലീലത്തൽ ഹയാ, ചങ്ക കുറഞ്ഞെങ്കത്തെ പെണ്ണായിട്ട് നാണില്ല പെണ്ണിൽ. ആ പെണ്ണിಗೆ ಅಂತೂ നിങ്ങളെ എതിർലുള്ള ഭക്ഷണമല്ല, നിങ്ങളെ ബായിയുടെ ഉൾകൊള്ള ഭക്ഷണം നമുക്ക് തരണോണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബായിയുടെ ഉൾകൊള്ള ഭക്ഷണം എടുത്തു കൊടുത്തു. വലം യക്കുൻ യുസ് അൽ ഷൈഅൻ ഫയംനഉ, എന്ത് കേട്ടെങ്കും തടയാത്ത നേതാവാണ്, കിട്ടുണ്ടെങ്കിൽ ഒന്നുണ്ട്. അങ്ങനെ ആ ഭക്ഷണം ഉൾക പോയപ്പോൾ ആ പെണ്ണുക്ക് വല്ലാത്ത ചങ്കയാണ്. ഒരു പെണ്ണുകുണ്ടാവണ എനിക്ക് അമൂല്യമായ സമ്പത്ത് സൗന്ദര്യമല്ല, ഹയാ ആണ്. മാലം തക്കുൻ ഇംറഅത്തുൻ ബിൽ മദീനത്തി അഷദ്ദ ഹയാ മിൻഹ. ആ പെണ്ണിടാറ്റി ഏറ്റവും വലിയ ഹയാ ഉള്ള ചങ്കയുള്ള എനിക്കത്തെ ഒരാൾ പിന്നെ മദീനത്തിൽ കണ്ടിട്ടില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ടു ആ പെണ്ണിങ്ങക്ക് ആ വലിയ സൗഭാഗ്യം കിട്ടിത്ത്. ഇങ്ങനെ എന്തെല്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ഒരാൾ വന്നിട്ട് ദ്വാരക്കോ ചൊന്നെങ്കിൽ അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദ്വാരന്നെങ്കിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഹദീസിൽ വന്ന പോലെ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഅ ലി റജുലിൻ അദറകത്തി ദഅവതു വലദഹു വവലദ വലദിഹി. ആ ദുആ ಅದರ ഫലം അയാൾക്കും അയാളെ മക്കൾക്കും അയാളെ മക്കളെ മക്കൾക്കും കിട്ടിയോണ്ടിന്ത്. അങ്ങനെ വിശാലമായ ബർക്കത്ത്. ആ ബർക്കത്ത് ഖുദ്ദു സ്വയം അനുഭവിച്ച നേതാവാണ് ബസറത്തുൽ വഫാത്തായി കിടക്കട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മാൻ ചൊല്ലു, നൻ്റെ ഉമ്മ ചൊന്തു ഖാദിമുക അനസ്, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഖാദിമായ കുഞ്ഞ് ചെറിയ അനസ് നിങ്ങൊന്ന് ദ്വാരക്കണു. അല്ലാഹുമ്മ അക്സിർ മാലഹു വലദഹു വബാരിക് ലഹു ഫീമാ ആതൈതഹു. അയാളെ സമ്പത്ത് അധികരിപ്പിക്കുന്നു, മക്ക യാറാക്കുന്നു, അയാൾക്ക് ബർക്കത്താക്കുന്നു, അയാൾക്ക് പുറത്തു കൊടുക്കണു എന്ന് ചൊന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാർന്നത്. അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ എല്ലാം സ്വീകരിക്കപ്പെട്ടിട്ട് നടന്നത്. നൻ്റെ സമ്പത്ത് യാറാണ്. എല്ലാ ആൾമാർക്കും വർഷത്തിൽ ഓർക്ക ഫലം കിട്ടുമെങ്കിൽ തോട്ടത്തിൽ ഇന്നമാലി കസീറു ല കസീറുൻ, നക്ക് ജണ്ടു വട്ട ഫല കിട്ടു. അത്ഭുതാണ്. നക്ക് മക്കം ധാരാളം ഇന്ന് പല റിപ്പോർട്ടിൽ വ്യത്യസ്തമായിട്ട് കണ്ട് 100 ചില്ലാറ മക്ക ഇന്നാറ് നക്ക് എന്തൊരു അത്ഭുതമാണ്. അതേ സമയത്ത് അവസാനത്ത് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള എന്തേ നക്ക് പുറത്തു തരണു, അത് നക്ക് കിട്ടുമെന്നുള്ള നിരീക്ഷയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ചെല്ലെ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തുക ബേനായിട്ട് ദ്വാരന്നിട്ടിന്ത്. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കോട്യാധിപതി, ഏറ്റവും വലിയ പൈസ ഉള്ള ആൾ മദീനത്തുക്ക് വന്നപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുടെയാണ് ഒട്ടിಗೆ ചങ്ങായാക്കിരെ. മുഹാജിറായ ആളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. രണ്ട് പെഞ്ഞായുണ്ട്, ഒരാൾ നിങ്ങൾക്ക് മങ്ങിലാക്കി തണ്ടേ, വേണ്ട. സമ്പത്ത് തണ്ടേ, വേണ്ട. നക്ക് മാർക്കറ്റ് കാട്ടിത്തറു, നാൻ കച്ചവടാക്കടെ. പിന്നൊരാളെ മേൽ അവലംബിക്കാണ്ടാന്ന് ചൊല്ലെ സന്ദേശം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പടിപ്പാട്ടി തന്നോണ്ടുണ്ട്. മാർക്കറ്റുക്ക് പോയി കച്ചവടാക്കുക തുടങ്ങിത്ത്. കയ്യിൽ ധാരാളം കാശുണ്ടായിത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തുക്ക് ദ്വാർന്നിട്ടിന്ത്. ആ മഹാൻ ചൊല്ലു, ഫലൗ റഫഅതു ഹജറൻ ലറജൗതു അൻ ഉസീബ തഹ്തഹു ദഹബൻ. തൊട്ടതെല്ലാം പൊന്നാവുടെ ബംഗാറാവുടെ ചൊല്ലേണ്ടുണ്ട്. സാധാരണ അയാൾ തൊട്ടതെല്ലാം പൊന്നു ബംഗാറായിത്ത്. അഥവാ എന്ത് തൊട്ടെങ്കും ലാഭമാണ്. ഏത് ബിസിനസ് തുടങ്ങിയെങ്കും ഏത് കച്ചവടം തുടങ്ങിയെങ്കും ലാഭമേ സോക്കിടങ്കെത്ത വിഷയമല്ല. മഹാൻ ചെന്ന പലക്കം നാനൊരു കല്ലിങ്ങനെ ഉദ്ദാക്കിയെങ്കും അതിരടിയിൽ ബംഗാറ് കിട്ടിയ പോലെയാണ്. അത്രയും വലിയ ലാഭമാണ്. അള്ളാഹു വലിയ ഫതഹാക്കി കൊടുത്ത
അയാൾ വഫാത്തയിത്ത് അയാൾ അനന്തര സ്വത്തൊരു ബംഗാരിങ്ങനെ പിക്കാസ് കൊണ്ട് കൈക്കോട്ട് കൊണ്ട് ഇങ്ങനെ എല്ലേണ്ടി വന്നിട്ടാണ്. അത്രയും ധാരാളം ബംഗാരിൻ തിണ്ടാണ്. ഓരോ ഭാര്യമാർക്കും 80,000 ദിർഹം 80,000 പൈസ, ഒരു റിപ്പോർട്ടിൽ 1,00,000 ദീനാറും ദിർഹമും വലിയ പൈസ അങ്ക് കിട്ടിയിട്ട് 4 ഭാര്യമാരിന്നാർ. അങ്ങനെ ധാരാളം ആൾമാർക്ക് ഹയാത്ത് കാലത്ത് സ്വതക്ക കൊടുത്തുകൊണ്ടിരുന്നത്. ഏതുവരെ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത്രയും വലിയ പൈസക്കാരനാണ്. ആ മഹാൻക്ക് വരെ സ്വതക്ക കിട്ടിയിട്ടുണ്ടാണ്. എങ്കിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു എത്ര വലിയ പൈസക്കാരനായിട്ട് ഒരു 40-30 അടിമകളെ ഇതുക്ക് മോചിപ്പിച്ചുകൊണ്ടിരുന്നത് എത്ര പൈസ പോണു. സുബ്ഹാനല്ലാഹ്. ഒറുക്ക 700 ഒൻറ്റ ഉള്ളಂಕೆത്ത വലിയ സംഘത്തെയും വലിയ ആ ഒരു ലോഡ് 700 ഒൻറ്റ ലോഡ് എന്താക്കിയിട്ടുണ്ടാണ്. ಅದರ മൊത്തം സ്വതക്ക കൊടുത്തിട്ടുണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് മൊത്തം എല്ലാം സ്വതക്ക കൊടുത്തു. അത്രയും ലോഡ് സ്വതക്കാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ദ്വാരന്ത് അയാൾക്ക് റായത്തിലെല്ലാം അധികാരം കിട്ടിട്ട് അങ്ങനെ കിട്ടിയിട്ട് ഖിലാഫത്ത് കിട്ടിയിട്ട് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുടെ ദുആത്ത് ഉത്തരം കിട്ടണോണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുആ ആർക്ക് ദ്വാരെന്നെങ്കും സഅദ് റളിയല്ലാഹു അൻഹു ഉത്തരം കിട്ടിയോണ്ടിന്ത് മഹാന്മാർ സഅദ് റളിയല്ലാഹു അൻഹു ഉത്തരം കിട്ടിയെങ്കത്തെ കുറേ സംഭവ ഇമാമിങ്ങൾ വിശദീകരിക്കാറ്. ഉമർ റളിയല്ലാഹു അൻഹുടെ കൊണ്ട് ഇസ്ലാമുക ഇസ്സത്ത് കിട്ടണു. ആ മഹാന്റെ കൊണ്ട് ഇസ്ലാമുക ഇസ്സത്ത് കിട്ടിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്തെല്ലാം ദ്വാർന്നിട അതെല്ലാം സ്വഹാബത്ത് കിട്ടിയത്. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടാണ് പോണ്ടേ. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുടെ ഒട്ടിക്ക് ഒർക്ക ചെന്ത് അള്ളാഹു നിങ്ങൾക്ക് വർക്കത്താക്കട്ട്, മുടിയിലും തോലിലും എല്ലാം വർക്കത്താക്കട്ട്. അയാൾ വഫാത്താവുമ്പോൾ 70 വർഷമാണ്. ഒക്കെ അന്നഹുബിന് 15 സന. അയാൾ 15 വർഷത്താളെ പോലെ ഉണ്ട്. അത്രയും നല്ല ചന്തം, അത്രയും നല്ല സൗന്ദര്യം എന്തും അയാൾക്ക് സംഭവിച്ചിട്ടില്ല. അയാളെ മുടിക്ക അയാളെ തോൽക എന്തുമായിട്ടില്ല. അതൊരു സന്ദർഭമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുആ നാബിഗത്ത് ചൊല്ല ആളൊട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു അള്ളാഹു നിങ്ങളെ ബായിരെ പൊട്ടുവാട്ടാണ്ടിക്കട്ട്, ബായിക്കെന്തും ബുദ്ധിമുട്ട് വരണ്ട. അയാൾക്ക് ഒരു പല്ലും പോയിട്ടില്ലാണ്ടാണ്. ഏറ്റവും നല്ല മുൻപല്ല് പല്ലുള്ളെങ്കത്തെ ആളാണ്. ഒരു പല്ല് പോയെങ്കും വേറൊരു പല്ല് വന്നുകൊണ്ടിരുന്ന അയാൾക്ക് 120 വർഷം അയാൾ ജീവിച്ചിര്. ചില റിപ്പോർട്ടിൽ കാണാൻ അതിരാട്ടി അപ്പുറം ജീവിച്ചിര്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാക്ക് ദ്വാരന്ത് ദീനിൽ വലിയ പണ്ഡിതനാക്കണു. ഖുർആന്റെ തഫ്സീർ പഠിപ്പാട്ടി കൊടുക്കണു. ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനായി ഖുർആൻ റഈസുൽ മുഫസ്സിരീനായി മാറിയിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹിബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു അയാളെ കച്ചവടത്തിൽ ബർക്കത്ത് ദ്വാരന്ത് അയാൾ എന്തിനെടുത്തെങ്കും വലിയ ബർക്കത്ത് അയാൾക്ക് കിട്ടിയോണ്ടിന്ത് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ബർക്കത്ത് ദ്വാരന്നപ്പ വലിയ ലാഭാണ് ആ മഹാൻക്ക് കിട്ടിയോണ്ടിന്ന്. ഇങ്ങനെ എല്ലാം ഉർവത്ത് ബിൻ അബിൽ ജഅദ് അൽ ബാറക്കി റളിയല്ലാഹു അൻഹു അയാൾക്ക് ദ്വാരന്ത് അയാളെ ಬಗ್ಗೆ ചൊല്ല മണ്ണെടുത്തെങ്കും എന്തിന് തൊട്ടെങ്കും വലിയ ബർക്കത്ത് കിട്ടിയോണ്ടിന്ത് ഫക്കാന ലവിഷ്തറ തുറാബ റബിഹ ഫീഹിന്താണ്. മണ്ണെടുത്തെങ്കും അയാൾക്ക് അതിൽ ബർക്കത്താണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും ഹിഫ്ള് ശക്തിയില്ല മറക്കിടും ചൊന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ദ്വാർന്ന് നേടിക്കൊടുത്ത് നങ്ങ മുന്നോൽ കേട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുടെ ഉമ്മ ഹിദായത്ത് വേണായി ദ്വാർന്നപ്പ സഡൻ ആ മഹദിക ഹിദായത്ത് കിട്ടു. അലി റളിയല്ലാഹു അൻഹു ചൂടും തണുപ്പും അത് നീ ബുദ്ധിമുട്ടാക്കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ. ചൂടുകാലത്ത് തണുപ്പ് കാലത്ത് ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടിന്ത്, തണുപ്പ് കാലത്ത് ചൂടുകാലത്ത് ധരിക്കണമെങ്കത്തെ വസ്ത്രം ധരിച്ചുകൊണ്ടിന്ത്. വലാ യുസീബുഹു ഹർറുൻ വലാ ബർദ്. ഒരു ചൂടും ഒരു തണുപ്പും ആ മഹാനുക്ക് പ്രയാസമായോണ്ടില്ലന്ത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ മോൾഗു ഒരു പൈപ്പും ഒരു പസിയും നീ കൊടുക്കല്ല, പൈപ്പാട്ടണ്ടാൻ ഒരു പസിയും ഉണ്ടായിട്ടില്ലാണ്ടാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്തെല്ലാം ദ്വാർന്നിട അതെല്ലാം സ്പഷ്ടമായി പുലർന്നെങ്കത്തെ അതിലെ ബർക്കത്തങ്ക് കിട്ടിയെങ്കത്തെ എന്ത് പ്രയാസം വന്നെങ്കും സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടാണ് ഓടിയോണ്ടിന്ന്. തുഫൈൽ ഇബ്നു അംർ ചൊല്ലെങ്കത്ത ആള് ഒരു അടയാളം വേണു, എൻ്റെ കൗമുക കാട്ടുക ഒരു അടയാളം വേണു, ദ്വാർക്കൊണു നബിയെ അല്ലാഹുമ്മ നവ്വിർ ലഹു, അയാൾക്ക് ഒരു പ്രകാശം നീ കൊടുക്കൂണ്ടാണ്. അങ്ങനെ അയാളെ രണ്ട് കണ്ണിട മുന്നുള്ള ഒരു നല്ല പ്രകാശം, ഒരു നല്ല പ്രകാശാണ്. പ്രകാശം കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്നപ്പ അയാൾ സുബ്ഹാനല്ലാഹ് ചൊല്ലു ഓ അങ്ങ ചൊല്ലുവാർ ഇതൊരു കോലം കെട്ടുത്തല്ല, ഇയാളെ രണ്ട് കണ്ണിന് മുന്തെന്ത് വെളിച്ച കാണ്ടേ നോക്കുമ്പോൾ അത് അയാളെ കയ്യിലുള്ള ബടിക്ക് മാറിയിട്ടുണ്ടാണ് ആ വെളിച്ചം. അങ്ങനെ ഏത് ഇരുട്ടുള്ള ജാവുൽ ഇയാൾ പോയെങ്കും ഇയാളെ ബടി ഇങ്ങനെ പ്രകാശിക്കിട്. അയാൾക്ക് ദുന്നൂർ ചൊല്ലെങ്കത്തെ പേര് കിട്ടിത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുആത്ത ഫലാണ് കിസ്റ നശിപ്പിക്കപ്പെടുക ദ്വാർന്നപ്പോൾ അങ്ങനെ സംഭവിച്ചിത്ത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ ഖൈറു മുഅ്തസം, ഏറ്റവും വലിയ അവലംബ കേന്ദ്രാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ ബൂസീരി റളിയല്ലാഹു അൻഹു ചെന്നത് എത്ര സത്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഗ്ഗെയാണ് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ടുള്ള മുഹമ്മദുൻ കുല്ലുമാ ഫിൽ കൗനി മദ്ഹറുഹു മുഹമ്മദുൻ ഫിൽ ബറായ ഖൈറു മുഅ്തസം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഗ്ഗെ ഇമാമീങ്ങ സ്വഹാബത്ത് ചൊന്നത്, ഇമാമീങ്ങ എഴുതി വെച്ചത് വിശാലമായ കടലാണ്. ആയിരക്കണക്കിൽ ഉദാഹരണങ്ങൾ നമുക്ക് ചൊല്ലുക സാധ്യ. അത്രയും പ്രവിശാലമായ ഒരധ്യായം ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കൂ സാധ്യമാവും. ഏതായാലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ ഖൈറു മുഅ്തസം, ഏറ്റവും വലിയ അവലംബ കേന്ദ്രാണ്ട് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ചെന്നതാണ് ഞങ്ങളുടെ വായിച്ചിരെ. അത് 1400 വർഷം കഴിഞ്ഞിട്ട് ഇപ്പറ ഞങ്ങത് നിണ്ട് വായിച്ചുകൊണ്ടുള്ള ചരിത്രത്തിൽ അത് ഓതിക്കൊണ്ടുള്ള ഞങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവലംബ കേന്ദ്രമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗട്ടിപ്പിടിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിരന്തരമായി സ്മരിച്ചുകൊണ്ടിരിക്കുകയും സ്വലാത്ത് കൊണ്ട് നാവ് പച്ചാക്കുകയും നമുക്ക് സാധ്യമാവട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വലിയ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിജയിക്കിടക്കെത്ത സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെ കൽബ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് പ്രകാശിപ്പിക്കട്ട്. കൽബ് ശുദ്ധിയാക്കപ്പെട്ട തഖ്വ ഉള്ള നല്ല ആൽമാരെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തിട്ട് ജീവിതത്തെ ഏത് രംഗത്തും സോത്തുപോകണമെങ്കിൽ ദുരവസ്ഥ അള്ളാഹു ഞങ്ങൾക്ക് തറാണ്ടിക്കട്ട്. എല്ലാവിധ ഇസ്സത്തും അഭിമാനവും അന്തസ്സും ഏറ്റിത്തന്ന് ഈമാനോടെ മരണപ്പെടുക, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക, അനുഭവിക്കുക, ആസ്വദിക്കുക അള്ളാഹു ഞങ്ങൾക്ക് ഭാഗ്യം തരട്ട്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.